മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ തന്നെ കാണിക്കുകയും വേണം. അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനമാണ്. ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ഇന്ന് ഗൗരവം കുറയുന്നു. മുർത്തദ്ദാവുന്ന കാര്യം, മുർത്തദ്ദ ഇസ്തിഹ്സാ, പരിഹാസം എന്നത് പലപ്പോഴും ഒരു യുദ്ധത്തിന്റെ കാരണമാണ്. ഒരാൾ നിസ്കരിച്ചില്ല എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നിസ്കാരത്തെ കളിയാക്കിയാൽ. നോൽമ്പ് നോൽക്കാതിരിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നോമ്പിനെ കളിയാക്കിയാൽ. എന്ത് നിസ്കാരെന്ന്, നിസ്കാരത്തെ പരിഹസിക്കുക, നോമ്പിനെ പരിഹസിക്കുക, ഖുർആനിനെ പരിഹസിക്കുക, ഖുർആനോത്തിനെ പരിഹസിക്കുക. പരിഹാസം ഇന്നൊരു പ്രശ്നേ അല്ല. നമുക്ക് കളിയാക്കുക എന്നുള്ളതൊരു പ്രശ്നം തന്നെ അല്ല. എല്ലാരും കളിയാക്കും, വാപ്പാനെ വരെ കളിയാക്കും. നമ്മള് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു. വലിയ ആളാവും ചെയ്തു. നമ്മളെന്താ ചെറുതായത്? നമ്മൾ ചെറുതായതിന്റെ കാരണം എന്താ? ആദരവും ബഹുമാനവും. മൊയ്നലി തങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ്. ബഹുമാനം നഷ്ടപ്പെട്ടാൽ ഒരു പൈസക്കും വില ഇല്ലാതാവും. ഒരു പൈസക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നതാണ്. ഞാൻ ഒരിക്കലും സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഈ ചങ്ങലംകുളത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യാണ്. അവിടെ കുറേ പ്രായമുള്ള 85 വയസ്സായ മുഹമ്മദ് മല്ലാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മരിച്ചുപോയി, അള്ളാഹുരുടെ ഖബർ സ്വർഗമായി കൊടുക്കട്ടെ. അപ്പോൾ ഒരിക്കൽ ഈ ആൾക്കാർ റമദാൻ മാസം ആയാലും ചായ കുടിക്കാൻ പൈസ തരും. ഞാനതിങ്ങനെ കട്ടിലുമ വെക്കും, ആവശ്യമാകുമ്പോൾ അവിടെ നിന്ന് എടുക്കും. ഒരു ദിവസം മല്ലാക്ക റൂമിക്ക് കയറി വന്നപ്പോൾ എൻ്റെ കട്ടിലുമ കുറേ പൈസ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. മല്ലാക്ക എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ പൈസ ഇവിടെ വെക്കരുത്, അതെടുത്തിട്ട് തലേണയുടെ അടിക്ക് വെച്ചാൽ അത് അതിനോട് ചെയ്യുന്നൊരു ബഹുമാനാണ്. കാരണം പഴയ കാലം മുതലേ പൈസ തലേണയുടെ ചോട്ട് വെക്കാറുണ്ട്. അലക്ഷ്യമായി ഇടരുത്. പണത്തെ ഇൻസൾട്ട് ചെയ്താൽ പണം നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഉപദേശമായിരുന്നു അത്. ഏത് സാധനത്തെ ഇൻസൾട്ട് ചെയ്താലും ആ സാധനം നമുക്ക് ഉപകാരം ചെയ്യില്ല. എന്ത് സാധനമാണെങ്കിലും. ഭർത്താവ് എവിടേക്കെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ സ്വീകരിക്കേണ്ടത്. കുട്ടികൾ പഠിച്ചാൻ പോയിട്ട് വരുമ്പോഴേ വാപ്പിമ്മി എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ സ്വീകരിക്കേണ്ടത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണില്ല. നിയമം എല്ലാവർക്കും ഒരേ മാതിരിയാണ്. ബഹുമാനം ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. നബി തങ്ങൾക്ക് ഇങ്ങനെ അവസാന കാലമായപ്പോൾ സുഖമില്ലാതായിട്ട് ഒരു 2-3 ദിവസം പള്ളിക്കൊക്കെ പോയില്ല. അപ്പൊ ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ വാപ്പാടൊന്ന് ഇമാമക്കാൻ പറയാറുണ്ട്, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാറുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എൻ്റെ വാപ്പ ഇന്നഹു റഖീഖുൽ ഖൽബ്, ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രയാസാവും, കയ്യൂലാറുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ സിദ്ദീഖിനോട് ഇമാമക്കാൻ പറയാറുണ്ട്. 2ാം പ്രാവശ്യം പറഞ്ഞു. അപ്പോഴും ആയിഷ ബീവി പറഞ്ഞു, ഇന്നഹു റഖീഖുൽ ഖൽബ്, സിദ്ദീഖ് ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ്, കയ്യൂലാറുണ്ട്. 3ാം പ്രാവശ്യം പറഞ്ഞു, ആയിഷ സിദ്ദീഖിനോട് ഇമാമക്കാൻ പറയാറുണ്ട്. 3ാം പ്രാവശ്യം ആയിഷ ബീവി പോയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഇമാമക്കാൻ പറയുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമെന്ന് നിസ്കരിച്ചു. 3ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പം രോഗം ഭേദമായി. അങ്ങനെ വീട്ടിൽ നിന്ന് ഒലൊക്കെ ഉണ്ടാക്കിയിട്ട് 2 സ്വഹാബികളുടെ ചുമലിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പൊ പള്ളിന്റെ മുൻവശത്ത് കൂടെ ഇങ്ങനെ വന്നു. നബി തങ്ങൾ ഇങ്ങനെ വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടേക്കിന് പിന്നിക്ക് ഇങ്ങനെ മാറി. ഒരു കാലം കൊണ്ട് പിന്നിക്ക് വെച്ചാണ്ട് പിന്നത്തെ സഫക്ക് ഇങ്ങനെ മാറി. നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇശാറത്താക്കി, അവിടെ തന്നെ നിന്നോ സിദ്ദീഖ്, അവിടെ തന്നെ നിന്നോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പിന്നാക്കം മാറി. 2ാം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ അവിടെ ഓടിയിട്ട് ആ വയറമൊക്കെ തട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. മക്കളെ അവിടെ നിന്നിരുന്നാണ്, നിങ്ങൾ അവിടെ നിന്നിരുന്നാണ്. മോളെ അവിടെ കസാല പോയിരുന്ന മോളെ ഈ മോളോട് ഒന്ന് കസാലയിൽ ഇരിക്കാൻ പറയും. ഏതെങ്കിലും ഒരു കസാലയിൽ ഇരിക്കട്ടോ. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ഇവിടെ വന്ന എല്ലാ കുട്ടികളെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ 2ാം പ്രാവശ്യം നബി തങ്ങൾ ഇങ്ങനെ ഇശാറത്താക്കി അവിടെ നിന്നോ പറഞ്ഞു, നിന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ബാക്കിലേക്ക് 3ാം പ്രാവശ്യം അങ്ങനെ ആട്ടി. അവസാനം നബി തങ്ങൾ ബൈക്കും പോലെ വന്ന് മിഹ്റാബിൽ നിന്ന് ഇമാം നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറേ, ഞാൻ അള്ളാന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ് ഷഹിദ്തു,
അതേ നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാനതിന് സാക്ഷിയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കർ സിദ്ദീഖ്, ഞാൻ നിങ്ങളോട് 3 പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടു നബിയെ. എൻ്റെ കൽപ്പനക്ക് നിങ്ങൾ 3 തവണ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ എൻ്റെ ഒരു കൽപ്പന നിങ്ങൾ അംഗീകരിക്കണം. 3 തവണ എൻ്റെ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇങ്ങളെ മുമ്പിൽ ഇമാമത്ത് നിന്നുങ്ങാണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്നെൻ്റെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല. ഇതിന്റെ പേരാണ് പാഠം 1 അദബുൻ എന്ന് പറഞ്ഞ സാധനം. ഇതാണ് പാഠം 1 അദബുൻ എന്ന് പറഞ്ഞ. നമ്മളെ കുട്ടികൾ അദബും ബുക്കാണ് പഠിക്കണ, അറിയില്ലേ? ഇതാണ് ആ സാധനം. ഹുക്മ് അതിന്റെ മേലെ പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചു കൊടുത്തു. എന്താ ചിരിന്റെ അർത്ഥം? അങ്ങനെ തന്നെ വേണ്ടത്, ഞാൻ എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ ചോദിച്ചതാണ്, അതാണല്ലോ ചിരിയുടെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുഞ്ചിരിച്ച് പാസ്സാക്കി, അതന്നെയാണ് ശരി. അവല് സഫ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ വാപ്പ 1ാമത്തെ സഫിൽ നിൽക്കണില്ലെങ്കിലാണത്. മഗ്‌രിബിന്റെ സുബഹിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചെല്ലാനൊക്കെ ഉണ്ട്. ഇരുന്നിട്ട് തന്നെയാണ് ചെല്ലേണ്ടത്. തൊട്ട് പുറത്ത് ഉസ്താദ് അല്ലെങ്കിലാണത്. അദബിന്റെ മേലെ ഒരു സാധനം പോവില്ല. അദബ് കുട്ടികളെ പഠിപ്പിക്കാൻ വാപ്പാർക്കും ഉമ്മാർക്കും പറ്റുമോ? നിങ്ങൾ വേറെ ഒന്നും പഠിപ്പിക്കണ്ട. അദബ് പഠിപ്പിക്കാൻ പറ്റുമോ? വേറൊന്നും പഠിപ്പിക്കണ്ട. അദബ് പഠിപ്പിക്കാൻ പറ്റൂലേ? വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അദബ് വളരെ പ്രധാനമാണ്, മര്യാദ വളരെ പ്രധാനമാണ്, ബഹുമാനം വളരെ പ്രധാനമാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല വിഷയങ്ങളും നമുക്ക് തത്വങ്ങളായി അവശേഷിക്കുന്നു, പ്രയോഗത്തിൽ വരുന്നില്ല. ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം വന്നാൽ നമ്മൾ പിന്നെയും ദേഷ്യപ്പെടും. ഗൗരവം കുറഞ്ഞു വരുന്ന മറ്റൊരു തെറ്റാണ് ഗീബത്ത് പറയാന്ന് പറഞ്ഞത്. ഗീബത്ത് പറയാം. ഞാൻ ഗീബത്തൊന്നും പറയല്ലട്ടോന്നും പറഞ്ഞുങ്ങാണ്ട് ഗീബത്താണ് പറയും. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഗീബത്ത് പറയല്ല എന്ന് പറയും. രണ്ടുകൊണ്ടും ആ പറഞ്ഞത് ഗീബത്തല്ലാതാവൂല. ആദ്യം പറഞ്ഞാലും ആവൂല, അവസാനം പറഞ്ഞാലും ആവൂല. ഗീബത്ത് പറഞ്ഞാൽ അത് ഗീബത്ത് തന്നെയാണ്. തൻ്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ നബിയേ, ഫഖദ് ഇഗ്തബ്തഹു, അപ്പോൾ നീ അവനെ ഗീബത്ത് പറഞ്ഞു. വഇല്ല ഫഖദ് കദബ്തഹു, അല്ല ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഇജ്ജ് പറഞ്ഞത് നുണയാണ്, ഉള്ളത് പറഞ്ഞതിന്റെ പേര് തന്നെയാണ് ഗീബത്ത്. ഗീബത്ത് പറയാൻ വേണ്ടി മാത്രമായിട്ട് പത്രം വായിക്കുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് ചാനൽ നടത്തുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് രാവിലെ സുബഹിക്കാരം കഴിഞ്ഞേക്കിന് ചായ കുടിക്കാൻ പോവുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് ചായപ്പുഴ നടത്തുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് വെറുതെ മുടിയോട്ടിനടുത്ത് പോയിരിക്കുക. ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല. ഗീബത്ത് പറയൽ മാത്രം ജോലിയാക്കി എടുക്കുക. ഗീബത്ത് പറയൽ ഇന്ന് ഗൗരവം കുറഞ്ഞൊരു തെറ്റായി മാറിയിട്ടുണ്ട്. ആർക്കും ആരെ പറ്റിയും എന്തും പറയാമെന്നൊരവസ്ഥ. 4 സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റ് ഒറ്റ സാക്ഷിയുമില്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മൾ. നമ്മളെ പേര് മൂമിനി, നമ്മളെ പേര് മൂമിനി എന്നാണ്. പഴയ കാലത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഓല് പേര് മുഹമ്മദ് എന്നൊക്കെ ഇടുള്ളൂ, ആള് മുഹമ്മദ് ആണെങ്കിലും. ഇന്ന് പേര് നമ്മൾ മുഹമ്മദ് എന്നൊക്കെ ഇടും, ആള് മുഹമ്മദാണ് എന്ന് മാത്രം. അതാണ് വ്യത്യാസം. ഒക്കെ നമ്മളിങ്ങനെ തന്നെ. ആള് മീദീനാണ്, പേര് മുഹയ്യദ്ദീൻ എന്നൊക്കെ ഉഷാറായിട്ടിട്ടുണ്ട് തന്നെ സംഗതി. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ എല്ലാ വിഷയത്തിലും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. റിദ്ദത്ത് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗീബത്ത് പറയൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോലം കെട്ടലാണ് പിന്നെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം. കോലം കെട്ടുക. കോലം കെട്ടുക പറഞ്ഞാൽ എന്താ? കോലം കെട്ടുക എന്ന് പറഞ്ഞാല് ആണ് പെണ്ണിന്റെ കോലം കെട്ടുക, പെണ്ണ് ആണിന്റെ കോലം കെട്ടുക, മുസ്ലിമായ മനുഷ്യൻ ജൂതന്മാരുടെ കോലം കെട്ടുക, മുസ്ലിമായ മനുഷ്യന്മാർ ക്രിസ്ത്യാനികളെ കോലം കെട്ടുക.
മുസ്ലിമിന് അവൻ്റെ കോലവും രൂപവും കണ്ടാതേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നല്ല ടൈറ്റുള്ള ഒരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു നോട്ടിക്കോളി. അടുത്ത വെള്ളിയാഴ്ച കുത്തുബോധം, നാളെ കുത്തുബോധം തന്നെ പറ്റുമോ? നിങ്ങളെല്ലാവരും പറയും പറ്റൂല. എന്തേ? പാൻ്റ് ഇടൽ ഹറാമായതുകൊണ്ടാ? ടീഷർട്ട് ഇട്ടാലും എന്തെങ്കിലും ഇസ്ലാം ദീനിന്ന് പുറത്തു കൊണ്ടോണ്ടാ? അല്ല, അതിൻ്റെ മാന്യതയോട് യോജിക്കില്ല. ഓരോ മനുഷ്യന്മാർക്കും ഓരോ മാന്യത ഉണ്ട്. അത് വിട്ട് കളിച്ചാൽ ഓരോ ഒന്നിനും പറ്റാത്തവനാവും. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ മാന്യതയെ പാലിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. ഇതിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് കോലം കെട്ടുക എന്ന് പറയുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് കോലം കെട്ടുക എന്ന് പറയുന്നത്. ആണുങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, പെണ്ണുങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആണുങ്ങൾക്ക് കാണലാണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് കാണിക്കലാണ് ഇഷ്ടം. ഒരാൾ ആണാണോ അവന് പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാൻ തോന്നും. അപ്പൊ പിന്നെ എന്തു വേണം? പെണ്ണുങ്ങൾ മറിഞ്ഞിരിക്കണം. ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നു, പെണ്ണ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാണണില്ലാന്ന് തോന്നിയാല് പർദ്ദയാണെങ്കിൽ പോലും ഷെയ്പ്പാക്കും. മരിച്ചോടത്ത് പോകുമ്പോഴാണെങ്കിലും ശരി, മുന്നൊന്ന് കണ്ടില്ലെങ്കിൽ പിന്നെന്തെങ്കിലും ഒരു നോട്ടം കിട്ടുന്ന രൂപത്തിലെങ്കിലും ആക്കും. വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെടുന്നു, കോലം കെട്ടൽ ഗൗരവം നഷ്ടപ്പെടുന്നു, റിദ്ദത്ത് മുർത്തദ്ദാവുന്ന കാര്യങ്ങൾ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഗീബത്ത് പറയൽ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാതായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെല്ലാവരും വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഭാഗമെങ്കിലും നമുക്ക് നന്നാക്കാലോ. നമ്മൾ വാസ്തവത്തിൽ ഈ സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾ ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണല്ലോ. എന്നാൽ മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വരുമാനം ഉണ്ടായില്ല ഒരാൾക്ക്. കണ്ണൻ ചേർത്തെടുത്തുങ്ങാണ്ട് അങ്ങാടി കൂടെ അങ്ങനെ തെണ്ടിയിട്ട് ഓരോ ഉറുപ്പ്യ വാങ്ങിയിട്ട് എന്നാലേ ഹലാലായ ഭക്ഷണത്തിന് വക കിട്ടിയതുള്ളൂ എങ്കിൽ അതാണ് ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണതിനേക്കാൾ കുട്ടികൾ നന്നാവാൻ ഏറ്റവും നല്ലത്. ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഓല നന്നാക്കണതിനേക്കാൾ ഏറ്റവും നല്ലത് കണ്ണൻ ചേർത്തെടുത്തിട്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഓരോ ഉറുപ്പ്യ വാങ്ങാം. ഓരോ ഉറുപ്പ്യ വാങ്ങിയിട്ട് ഹലാലായ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അവർ നന്നായിരിക്കും. അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ്. അവർ നമുക്ക് നാളെ എതിര് പറയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തെക്കുറിച്ചാണ് ശരിയായ വിധത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയല്ലോ. ഉള്ള അധ്വാനവും ഉള്ള ശ്രമവും എല്ലാം മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ കുട്ടികളൊന്നും നടന്നു പോകണില്ല, എല്ലാവരും ചാടിയിട്ട് അത്ര പോണേ. നടത്തുമ്പോക്കൊക്കെ ഒഴിവാക്കി ഒക്കെ ചാടുകയാണ്, തവളച്ചാട്ടാണ് എല്ലാവരും. ഈ ചാടിപ്പോകുക തട്ടിക്കൊണ്ടുപോകുക എന്നൊന്നും പറഞ്ഞു കൊടുത്ത് ചാട്ടുമില്ല തട്ടലും ഇല്ല കേട്ടോ. രണ്ടുമില്ല, ഈ പറഞ്ഞ രണ്ടുമില്ല. ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ ചാടണമില്ല, തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തട്ടണമില്ല. അതിങ്ങനെ പുറത്തു വന്നൊന്നിങ്ങനെ തട്ടും, അപ്പം ഇങ്ങനെയാണ് പോകും. മറ്റേത് പിന്നെ ആരും അറിയാതാണ് പോവുക, അപ്പം അതിനൊരു ചാട്ടം എന്നൊരു പേരാണ് ഇട്ടു. സംഗതി ഇതിൽ ചാട്ടുമില്ല, മറ്റേതിൽ തട്ടുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഉള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ. എന്തിനാ ഇക്കാരപ്പോൾ ഒരു കുട്ടി ചാടി പോണത്? വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണല്ലോ ചാടുന്നത്. രക്ഷിതാക്കളാണ് കൂടുതലും. വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണ് ചാടുന്നത്. ഞാനൊരു കാര്യങ്ങളോട് പറയാം, ഇത് സത്യമാണ്. ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുവെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉമ്മയുടെ സാന്നിധ്യം കുറവായതാണ് അതിൻ്റെ കാരണം. നിങ്ങൾ എന്നോട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ചാടിപ്പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വാപ്പാന്റെ സാന്നിധ്യം കിട്ടേണ്ടതുപോലെ കിട്ടാത്തതാണ് അതിൻ്റെ കാരണം. ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടാല് ഭർത്താവാണ്ട് ഓടിച്ചെല്ലണം. ഓള് പെറ്റടക്കണതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അയിമണ്ടി ഇരിക്കണം. ഒരു ടർക്കി എടുത്തുങ്ങാണ്ട് മടിയിലാണ് വിരിക്കണം. കുട്ടീനെടുത്തുങ്ങാണ്ട് അയക്കാണ്ട് വെക്കണം. രണ്ട് കയ്യും ഇങ്ങനെ തലോടി കൊടുക്കണം. വാപ്പയാവാൻ തയ്യാറുണ്ടോ? ചെയ്തു കൊടുക്കണം. അതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. ആ ഗുണത്തിനാണ് റിജാലിയത്ത് എന്ന് പറയുന്നത്, പൗരുഷം എന്ന് പറയുന്നത്. ആൺകുട്ടിക്കും കിട്ടണം പൗരുഷം,
പെൺകുട്ടിക്കും കിട്ടണം. പെൺകുട്ടിക്ക് പൗരുഷമുണ്ടെങ്കിൽ മിനി ബസ്സിൽ ബാക്കിൽ നിന്നങ്ങാണ്ട് തോണ്ടുമ്പോൾ മുട്ടുസൂചി എടുത്താണ് കുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിരിച്ചിങ്ങനെ നിന്ന് കൊടുക്കും. വാപ്പാൻ്റെ ഇരുന്ന് കിട്ടണം. മക്കളുടെ ബർക്കത്ത് 5 കാര്യമാണ്. 5 കാര്യം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. മക്കളുടെ ബർക്കത്ത് പറഞ്ഞ 5 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ആഗ്രഹിച്ച് കിട്ടിയാലേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ആഗ്രഹിക്കാത്ത കിട്ടിയ ഒരു സാധനത്തിനും ബർക്കത്ത് പറയും. ഒരാൾക്കൊരു വിഷയത്തോട് ആഗ്രഹമാണ്, അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാവുക. മക്കളോട് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാണ്, അപ്പം ആഗ്രഹിച്ച് കിട്ടിയാൽ ബർക്കത്ത് ഉണ്ടാവും. നമ്മളെ മക്കൾ ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടി വരും. ഇന്നൊക്കെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. അപ്പം കിട്ടിയാൽ പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാവുക? വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കിട്ടിയത്. വേണമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ കിട്ടിയാലേ ബർക്കത്തുണ്ടാവുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയതല്ല. ഇതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ ബർക്കത്തുണ്ടാവാൻ രണ്ടാമതായി ചെയ്യേണ്ടത് ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പേരിടണം. കുട്ടികളെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഓനെ ഹാഫിളാക്കായിരുന്നു എന്ന് ആലോചിക്കല്ല. ആദ്യം തന്നെ ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിടണം. അങ്ങനെയാണ് ഉദ്ദേശത്തിനനുസരിച്ച്. അതിന് കുട്ടിയൊക്കെ പേരിടുന്നിടത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളെ പീടിയൊക്കെ പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. ഇനി കോഴിക്കടക്ക് പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. പേരിനനുസരിച്ചാണ് ഉണ്ടാവുക. പേര് പോയാൽ എല്ലാം പോയി. അങ്ങനെയാണ്. ഹോട്ടലിൽ കയറുമ്പോൾ ആദ്യം പേര് നോക്കണം. ബർക്കത്തുള്ള പേരാണെങ്കിൽ കയറാം, അവിടെ ബർക്കത്തുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ പേരൊന്നും ആദ്യം നോക്കണം. ബർക്കത്തുള്ള പേരാണെങ്കിൽ എല്ലാത്തിനും ബർക്കത്തുണ്ട്. ഒരാളെ കണ്ടാൽ പേര് ചോദിക്കണം. 2 കാര്യമുണ്ട്. ഒരു കാര്യം എന്താ വെച്ചാൽ ബർക്കത്തുള്ള പേരാണോ അല്ലേ എന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ദുനിയാവിൽ നിന്ന് പേര് ചോദിച്ച എല്ലാവരെയും മഹ്ശറിൽ നിന്ന് കാണാൻ അവസരം ഉണ്ടാവുന്നതാണ്. ദുനിയാവിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ പേര് ചോദിച്ച എല്ലാ ആൾക്കാരെയും മഹ്ശറിൽ നിന്ന് കാണാൻ അവസരം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും കൂടിയും പേര് ഓർക്കാനൊന്നും കഴിയൂല. എന്നാലും വെറുതെ ഒന്ന് ചോദിക്കണം, എന്താ പേര്? നല്ലതാണ്. അപ്പോൾ പേര് വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിനനുസരിച്ച പേരിടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് എന്ന് കരുതിയിട്ടിടണം. ഉമർ ഖത്താബിന്റെ പേരാണ് എന്ന് കരുതിയിടണം. വല്യാപ്പാന്റെ പേരാണെന്ന് കരുതിയിട്ടാൽ വല്യാപ്പാന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടാലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടാലേ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമല്ല നോക്കൽ. ഉമ്മാൻ്റെ പേരിന്ന് 1 അക്ഷരം വാപ്പാൻ്റെ പേരിന്ന് 2 അക്ഷരം എടുത്തിട്ട് ഒരു പുതിയ പേരുണ്ടാക്കി. അപ്പോൾ ഹം ഹിം ഹും എന്ന് കിട്ടിയാൽ അതന്നെ. എന്നിട്ട് പിന്നെ പള്ളിക്കത്തെ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദേ ഹം ഹിം ഹും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഏത് ഡിക്ഷണറി തിരഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിട്ടുക? ഒരു സംഗതി അറബിയിലുള്ളൊരു വാക്കാണെങ്കിൽ ഉള്ളൂ തിരഞ്ഞാൽ കിട്ടുള്ളൂ. എന്നാൽ പിന്നെ അറബിയിൽ അങ്ങനെ ഒരു വാക്കില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് മോശക്കാരനായി. അറബിയിലില്ലത്രേ. എന്താ അപ്പോൾ ഹാ എന്നുള്ളത് അറബിയല്ലേ, ഹി എന്നുള്ളത് അറബിയല്ലേ, ഹൂ എന്നുള്ളത് അറബിയല്ലേ എന്നാ മൂപ്പര് ചോദ്യം. ഹാ ഹി ഹൂ എന്ന് അറബി അയച്ചിട്ട് അറബിയിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാവുമെന്നില്ല. അതെല്ലാ ഭാഷയിലുണ്ട്. മലയാളത്തിലുണ്ട്. മലയാളത്തിലുണ്ട് അങ്ങനെ. ചെന്തുക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പോത്താമ്പി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അതൊന്നും കിട്ടൂല. മലയാളം എന്നാൽ പോ എന്നുള്ളത് മലയാളമല്ലേ ചോദിച്ചാൽ അത് മലയാളം തന്നെയാണ്, അതിനർത്ഥം ഉണ്ടാവില്ല. അങ്ങനെ കുറേ വാക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൂട്ടി കണിച്ചാണ്ട് ഒരു വാക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ അർത്ഥം ആലോചിച്ചെടുക്കണേക്കാൾ നല്ലത് എത്ര നന്ന് പതിരിങ്ങളെ പേരിലുണ്ടോ തിരഞ്ഞു നോക്കിയാൽ. ഇപ്പം പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ പഴയ പേരുകളൊക്കെ മടങ്ങി വരുന്നുണ്ട്. ആമിന, ആയിഷ, അങ്ങനെ മൈമൂന, ഫാത്തിമ. എന്നാലും നമ്മൾ ഫാത്തിമ ബീവിൻ്റെ പേരാണെന്ന് കരുതിയിടൂല, പുതിയ ഫാഷനാണെന്ന് കരുതിയിട്ടിടുള്ളൂ. ലക്ഷ്യം വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. അപ്പോൾ ഇടണമൊക്കെ ആമിന തന്നെയാണെങ്കിൽ പോലും ആമിന എന്നിടുമ്പോഴും ഇപ്പം അതാണ് ഫാഷൻ എന്ന് കരുതിയിട്ടാട്ടുന്നത്. അല്ലാതെ ആമിന ബീവിൻ്റെ പേരാണെന്ന് കരുതിയിട്ടോ ഫാത്തിമ ബീവിൻ്റെ പേരാണെന്ന് കരുതിയിട്ടോ അല്ല ഇടുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോൾ രണ്ടാമത്തത് ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പേരിടണം. മൂന്നാമത്തെ കാര്യം കുടുംബജീവിതം ബർക്കത്തുണ്ടാവാനും അതന്നെ പ്രധാനമാണ്. മക്കളിൽ ബർക്കത്തുണ്ടാവാനും അതന്നെയാണ്. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാവണം. ഭക്ഷണം ഹലാലായാൽ പോരാ, ത്വയ്യിബാവണം. എല്ലാ ഹലാലും ത്വയ്യിബാവില്ല. ജീവൻ നിലനിൽക്കാൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാകും, ത്വയ്യിബാവില്ല.
ജീവൻ നിലനിൽക്കാൻ ഒരാൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഒരു ചത്ത പന്നി അടക്കുന്നുണ്ട്, അതിൻ്റെ ഇറച്ചി തിന്നാ ഹലാല. തൊയ്യബാവൂല അത്. അങ്ങനെ തൊയ്യബാവുക, തൊയ്യബാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യബാവണം. നമ്മളെ വരുമാനങ്ങളൊക്കെ തൊയ്യബ് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കണം. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ തൊയ്യബാവൂല. യത്തീമിൻ്റെ മുതൽ പറ്റിച്ചത് തൊയ്യബാവൂല. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് തൊയ്യബാവൂല. റോട്ടുമെന്ന് ഇങ്ങോട്ട് തിരക്കിയത് തൊയ്യബാവൂല. അങ്ങേപ്പുറത്തുള്ളവൻ്റെ അതിര് നീക്കിയത് തൊയ്യബാവൂല. അതൊന്നും തിന്നിട്ട് മക്കളും കുട്ടികളും നേരാവൂല, ഭാര്യ നേരാവൂല, മക്കൾ നേരാവൂല. തൊയ്യബായ ഭക്ഷണം കൊടുക്കാതെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവില്ല. തൊയ്യബായ ഭക്ഷണം വളരെ പ്രധാനമാണ്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ ബർക്കത്തില്ല. പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാതെ ഓളെ കമ്മൽ വിറ്റത് ബർക്കത്തില്ല. സ്ത്രീകളുടെ ഇഷ്ടമില്ലാതെ ആഭരണം എടുത്ത് വിറ്റാൽ ബർക്കത്തുണ്ടാവില്ല. ജായിസൊക്കെ തന്നെ ഇക്കാരം ചിലപ്പം, പക്ഷേ ബർക്കത്തുണ്ടാവില്ല. എല്ലാ ജായിസായി എഴുതിയിട്ട് ബർക്കത്തുണ്ടാവില്ല. 5 വക്തിനും പള്ളിക്ക് കൂടും. സുബഹിക്ക് ജമാഅത്തിന് മുടങ്ങാതെ പങ്കെടുക്കും. സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒരു പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിങ്ങാണ്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാനിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വെക്കും. തൊയ്യബാവൂല. തന്നെ സംഗതി തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ബിരിയാണി വെക്കണവർ ബിരിയാണി ഒന്നുമില്ല. സാധാരണ ബിരിയാണി വെപ്പേര് ഞങ്ങളൊന്നും അവിടെ ബിരിയാണി വെക്കണവർ ബിരിയാണി ഒന്നുമില്ല. ഞാൻ കുറേ ആയിട്ട് അന്വേഷിച്ചെടുക്കാണ് എന്താ ഇപ്പോൾ ഈ ബിരിയാണി വെപ്പേര് ബിരിയാണി എന്നാത്തത്. ഓലെന്തൊക്കെ കാരണം പറയാം. അതിൻ്റെ ചൂരും മണക്കൂടിയും കേട്ടാൽ പിന്നെ വേണ്ടാന്ന് തോന്നുകയാണ്. എപ്പോഴും ബിരിയാണി തന്നെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടെത്തിയൊരു കാരണം എന്താ വെച്ചാൽ ഇറച്ചി നല്ലോണം കഴുകിയിട്ടുമില്ല, ഉള്ളി നല്ലോണം കഴുകിയിട്ടുമില്ല. അത് ഇക്കാരണം എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും ബിരിയാണി വെപ്പേര് അതിന് അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ കാറ്റ് വെച്ചാനൊന്നും നിൽക്കണ്ട. സംഗതി പിന്നെ എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അവനാണ് തിന്നാൻ പറ്റിയത് വേറാക്ക് കൊടുക്കണം. അവനാ തിന്നുന്ന സാധനമാണ് വേറാക്ക് കൊടുക്കേണ്ടത്. അവനാ തിന്നാൻ പറ്റാത്ത എങ്ങനെ വേറാക്ക് കൊടുക്കുക? ദണ്ണം കേടുണ്ടായിട്ടാണ് ഇപ്പം ഞാനീ പറഞ്ഞിരുന്നു ഒഴിവാണ്. പക്ഷെ ദണ്ണം കേടൊന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ നമുക്ക് തിന്നാൻ പറ്റാത്ത കൊടുക്കുക. അതിൽ അജിനമോട്ടോ നല്ലോണം കിലോ കണക്കിന് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അവന് വേണ്ട. ആ ഔത്തുനിന്ന് കഞ്ഞിനെള്ളം ഉണ്ടെങ്കിൽ ശേഷം തന്നാൽ മതി. അതിൽ മറ്റേ സാധനം ഇട്ടിട്ടില്ലല്ലോ. അതാണ് സംഗതി, അല്ല ഒന്നുമല്ല. അപ്പോൾ ഇതിൽ അജിനമോട്ടോ നല്ല ഇട്ടിട്ടുണ്ട്. എന്തേ ആരാ ഒപ്പേരെന്ന് ചോദിക്കേണ്ട 4 ആള്, 4 അല്ല അടുത്തടുത്ത് വെക്കാൻ കിട്ടുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ പിന്നെ ഔത്തത്തെ കഞ്ഞിവെള്ളത്തിൽ ആ കുഴപ്പമുണ്ടാവില്ല. അതോനറിയാം. അതുകൊണ്ടാണ് ഔത്തുനിന്ന് കഞ്ഞിവെള്ളം. അവനാണ് തിന്നാൻ പറ്റിയതാ വേറെ കൊടുക്കുക. ഇത് അവനാണ് തിന്നാൻ പറ്റാത്ത കോലത്തിൽ. എന്നിട്ട് പിന്നെ അതിനുള്ള വരുമാനത്തിൽ നിന്ന് പിന്നെ 250 റുപ്യ കുട്ടികൾ സ്വാലിഹ്യങ്ങളാകാൻ വേണ്ടി മദ്രസയ്ക്ക് ഓൻ്റെ ഈ പറ്റിച്ച മുതലിട്ടിട്ട് വേണമല്ലോ. മദ്രസക്ക് ഓൻ്റെ 250 ഇട്ടായിട്ട് ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. അതൊന്നും വേണ്ട. കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ട കാര്യം അവനാൻ്റെ പെണ്ണേക്കും കുട്ടിയേക്കും തിന്നാൻ കൊടുക്കണത് ഹലാലും തൊയ്യബായിരിക്കണം. ഹലാലായാൽ പോരാ, തൊയ്യബാവണം. ദോറിസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞാമ്മേൻ്റെ തൊടുന്ന് മൂവാണ്ടം മൂച്ചി റോട്ടുമൊക്കെ ചാഞ്ഞിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പച്ചമാങ്ങ വീണെടുക്കുന്നുണ്ട്. അതൊന്ന് എടുത്തുകൊണ്ടിങ്ങാണ്ട് മീന്തലിട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ട് തിന്നു. കുഴപ്പമൊന്നുമില്ല. ആ ഒരു മൂവാണ്ടം മാങ്ങ എന്നിപ്പോൾ കുഞ്ഞാമ്മ തിരഞ്ഞെടുക്കണില്ല. ഓനത് ഇഷ്ടമുണ്ടാകും, ഹലാലാകും. തൊയ്യബാകണമെങ്കിലേ അസദക്കാരത്തിന് കുഞ്ഞാമ്മിനെ കാണുമ്പോൾ പറയണം, കുഞ്ഞാമ്മതേ എൻ്റെ മൂവാണ്ടം മൂച്ചിമെന്നൊരു മാങ്ങ റോട്ടുമ്മക്ക് ചാടിക്കടന്നിരുന്നു, ഞാൻ എടുത്തുകൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാമ്മത് പറയണം, മയമുട്ടിയെ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയിക്കളോണ്ടു അതും പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, ഇതങ്ങനെയല്ലേ? ഇതെങ്ങനെ വെച്ചാൽ നിങ്ങളിപ്പോൾ കല്യാണത്തിന് പറയാം, ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്നും കരുതിങ്ങാണ്ട് പോന്നതാണ് എന്ന് പറഞ്ഞാണ്ട് തിന്ന ഹലാലാവും, തൊയ്യബാവൂല. അഭിമാനം പോയാൽ തൊയ്യബാവൂല. അഭിമാനം നഷ്ടപ്പെട്ടാൽ ഒരു മുതൽ തൊയ്യബാവൂല. ഭക്ഷണത്തിൽ അത് വളരെ പ്രധാനമാണ്. അഭിമാനം വളരെ പ്രധാനമാണ്. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അഭിമാനമുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷണത്തിൽ അഭിമാനം വളരെ പ്രധാനമാണ്.
നമ്മളെ തൊയ്യബ് പൈസ ഒരിക്കൽ അനുഭവം പറഞ്ഞു. നമ്മളെ ഐദറുസ് ഉസ്താദിൻ്റെ തൊയ്യബ് പൈസ, SYSൻ്റെ ജില്ലാ പ്രസിഡന്റ് തൊയ്യബ് പൈസ ഒരു അനുഭവം പറഞ്ഞു. ഒരു ദിവസം പിന്നെ ഒരു ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത്, പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അന്ന് ജാമ്യൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് രാത്രി പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ കെട്ടാനൊക്കെ പോകും. പോസ്റ്ററും ബാനറൊക്കെ കെട്ടാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ പോയി വരുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ നടത്തുന്ന ആൾ ചോറ് എടുത്ത് വെക്കും. ബാനർ കെട്ടാനൊക്കെ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കും. അപ്പോൾ ഒരു ദിവസം സമ്മേളനത്തോടനുബന്ധിച്ച ദിവസം രാത്രി പോലെ ഇങ്ങനെ പുറത്ത് പോയി ബാനറും പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ വരുമ്പോൾ നേരം വയ്ക്കും. അപ്പോൾ ഐദറുസ് ഉസ്താദ് ക്യാൻറ്റീനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തൊയ്യബ് പൈസയും ഒപ്പമുള്ള ആൾക്കാരും ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ക്യാൻറ്റീനിൻ്റെ നടത്തിപ്പുകാരൻ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞു, ഉത്തരേ ചോറ് കഴിക്കാൻ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വന്ന് ചോറ് കഴിക്കണ്ടേ, മനസ്സിനടങ്ങാറാക്കാൻ. നിങ്ങൾ വന്ന് വേയിച്ച് പോയിട്ട് വേണം മനസ്സിന് പാത്രം എടുത്ത് ചെയ്യേണ്ടൊന്ന് പോയി കിടക്കാൻ എന്ന് പറഞ്ഞത് ഐദറുസ് ഉസ്താദ് കേട്ടു. തൊയ്യബ് പൈസ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. ഐദറുസ് ഉസ്താദ് പുറത്തേക്കും പോന്നു. ജാമ്യൻ്റെ മുമ്പിൽ വലിയൊരു ചീനി മരമുണ്ട്. ആ ചീനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു കുട്ടിനെ വിളിച്ചിട്ട്, നിങ്ങൾ തൊയ്യബിനെ അറിയുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. തൊയ്യബ് ആ ക്യാൻറ്റീൻ്റെ ഉള്ളിലുണ്ടാവും, വാപ്പ വിളിച്ചുണ്ട് എന്ന് പറയാറ്. അങ്ങനെ പോയപ്പോൾ തൊയ്യബ് പൈസ ഇങ്ങനെ ചോറ് കഴിക്കാൻ ഒരുങ്ങാണ്, വാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു. വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. എന്നാ ഹോട്ടലിൽ പോയി തിന്നോ പറഞ്ഞു. അഭിമാനം കളഞ്ഞാൽ പിന്നെ ഭക്ഷണം തൊയ്യബാവൂല. ഏറ്റവും നല്ല ഉദാഹരണം, ഭക്ഷണത്തിൽ അഭിമാനമുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ സാധു ആകാൻ അപേക്ഷ കൊടുക്കുക. ഗവൺമെൻറ് പറഞ്ഞു എന്ത്, നിങ്ങൾ മലയാളിയാണ് എന്ന്, വെള്ളക്കാരുടെ. അപ്പം നമ്മൾ വരി നിന്ന് അപേക്ഷ കൊടുക്കുക, എന്ത് ഫക്കീർ ആവാനുള്ള അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുക. എന്താ നമ്മൾ ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ 25,000 ഇങ്ങനെ എല്ലായിടത്തും കൂടി നടന്നിട്ട് കുറച്ച് കായൊക്കെ കിട്ടി, കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടി. അതിങ്ങനെ എണ്ണി വെക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ മടക്കിങ്ങാണ്ട് കീശയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച്, പഠിച്ചോനെ ഈ കൊല്ലത്ത് 25 ലോക്ക്ഡൗണിൽ പെട്ടതിനാൽ എല്ലായിടത്തേക്കും എത്താൻ പറ്റിയില്ല റബ്ബേ, വളരെ നേരത്തെ ഇറങ്ങാനും പറ്റിയില്ല. അടുത്തൊല്ലത്തെ 25 ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി തോന സക്കാത്ത് തരണേ റബ്ബേ. ഓൻ്റെ കൽബ് എന്താ അതിൻ്റെ അർത്ഥം? അടുത്തൊല്ലത്തെ 25,000 ഇങ്ങനെ തെണ്ടിക്കണേന്നല്ലേ. ഓൻ എന്താ അതൊന്നും മറിച്ചു തോരുന്നൂടെ? പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ആൾക്കാരുടെ മുമ്പിൽ സക്കാത്തിന് കൈ നീട്ടേണ്ട അവസ്ഥ എനിക്കുണ്ടായി. അടുത്തൊല്ലത്തെ 25,000 സക്കാത്ത് കൊടുക്കാനുള്ള ഒരവസ്ഥ എനിക്ക് നീ തരണേ റബ്ബേ എന്ന് തോർന്നിരുന്നെങ്കിൽ അല്ലാഹു തആല അത് തരായിരുന്നോ? തരേ. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ അവൻ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രശ്നം കിടപ്പുണ്ട്. അതുകൊണ്ട് നല്ലോണം നമ്മൾ ആലോചിക്കണം കാര്യങ്ങളെ. ബറക്കത്ത് വളരെ പ്രധാനമാണ്. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്, വേറാക്ക് കൊടുക്കുന്നതും അങ്ങനെ തന്നെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തൊയ്യിബായ ഭക്ഷണമായിരിക്കണം. മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും തൊയ്യിബായ ഭക്ഷണമായിരിക്കണം. വരുമാനം കുറേ ഉണ്ടാവും, ഒക്കെ തൊയ്യിബാവൂല. വലിയ വലിയ രാജാക്കന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത്. അമ്പിയാക്കളിൽ തന്നെ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഓലൊക്കെ വജീനത്തിന് വേണ്ടി കൈത്തൊഴിൽ ചെയ്തു. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാം രാജ്യം ഭരിച്ച ആളാണ്. മഹാനവറുകൾ വജീനം കഴിക്കാൻ വേണ്ടി ഇരുമ്പിന്റെ നൂല് കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കാനുള്ള കുപ്പായം പടയങ്കി ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സാഹിബി. സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകം ഭരിച്ച രാജാവാണ്. കൊട്ടയുണ്ടാക്കിയാണ് മഹാനവറുകൾ ജീവിച്ചിരുന്നത് എന്ന് കാണാം. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. എന്നാലേ മക്കൾ നേരാവുള്ളൂ, എന്നാലേ ഭാര്യ നേരാവുള്ളൂ, ഭർത്താവ് നേരാവുള്ളൂ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നല്ലവർക്ക് പോകുള്ളൂ.
കണ്ണഞ്ചരട്ട എടുത്തുങ്ങാണ്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ₹1 വാങ്ങിയിട്ട് ജീവിക്കലാണ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്നർത്ഥം.